ഈ ക്രോസ് മസാജിങ്, അതായത് ഏതെങ്കിലും ഒരു മസാജിങ് സെന്ററിലെത്തി ഒരു പുരുഷൻ സ്ത്രീയെ മസാജ് ചെയ്യുന്നതോ തിരിച്ച് സ്ത്രീ പുരുഷനെ മസാജ് ചെയ്യുന്നതോ ഇന്ത്യൻ നിയമപ്രകാരം കുറ്റകരമാണോ എന്നൊരു ചോദ്യം ഉയർന്നിരിക്കുകയാണ്. ഒന്ന് രണ്ട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഇത്തരത്തിലുള്ള റെയ്ഡുകൾ നടക്കുകയുണ്ടായി. മസാജിങ് സെന്ററുകളിൽ, സ്പാ സെന്ററുകളിലൊക്കെ പോലീസ് എത്തി അവിടെ മസാജ് ചെയ്തുകൊണ്ടിരുന്ന കസ്റ്റമേഴ്സിനെ അടക്കം പിടിച്ചുകൊണ്ട് പോവുകയും അവർ മുഖം പൊത്തിക്കൊണ്ട് പോകുന്ന കുറേയേറെ വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. രസകം തന്നാൽ ഇന്ത്യൻ നിയമം അനുസരിച്ചിട്ട് ക്രോസ് മസാജിങ്, അതായത് എതിർലിംഗത്തിൽപ്പെട്ടവർ പരസ്പരം മസാജ് ചെയ്യുന്നത് തെറ്റായ കാര്യമല്ല, ഇലീഗലല്ല, നിയമപരം തന്നെയാണ്. 70 പ്രകാരം ഈ മോറൽ ട്രാഫിക് ആക്ട് എന്നൊരു സാധനമുണ്ട്. അത് പ്രോസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്താണ് പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരാളുടെ ബില്ലിനെതിരായിട്ട്, അയാളുടെ ഇഷ്ടത്തിനെതിരായിട്ട് ഒരു വിമണിനെ ട്രാഫിക്കിങ് നടത്തുകയാണ്, ഏതെങ്കിലും ഒരു പ്രോസ്റ്റിറ്റ്യൂഷന് വേണ്ടി നിർബന്ധിക്കുന്നു, അല്ലെങ്കിൽ പണം മേടിച്ചുകൊണ്ട് പ്രോസ്റ്റിറ്റ്യൂഷനായിട്ട് അവരെ നിർബന്ധിച്ച് കൊണ്ടുപോകുന്നു. ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾക്കാണ് 370 ബാധകമാകുക. അല്ലാണ്ട് ഒരു മസാജിങ് സെന്ററിൽ ഒരാൾ മസാജ് ചെയ്യുന്നു, സ്ത്രീയാണ് തന്നെ മസാജ് ചെയ്യുന്നത് എന്നതിൻ്റെ പേരിൽ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ പേടിച്ച് ഓടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ പല മസാജിങ് സെന്ററുകളിലും ഈ മസാജിങ് മാത്രമല്ല നടക്കുന്നത്, അതിൻ്റെ കൂടെ ഹാപ്പി എൻഡിങ് എന്ന പേരിൽ ചില കൈക്രിയകളൊക്കെ ഉണ്ട്. കൂടാതെ തന്നെ കൈക്രിയകൾക്ക് അപ്പുറത്തേക്കും ശരീരക്രിയകളിലേക്കൊക്കെ എത്താറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെല്ലുന്ന കസ്റ്റമർക്കും ചെയ്യുന്ന ആൾക്കും അറിയാം നടന്നുകൊണ്ടിരിക്കുന്നത് പ്യൂർലി പ്രോസ്റ്റിറ്റ്യൂഷൻ തന്നെയാണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് പോലീസിനെ കാണുമ്പോൾ ഞാൻ തന്നെയാണ് കിണ്ണം കെട്ട കള്ളൻ എന്ന നിലയ്ക്ക് ഇറങ്ങി ഓടുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ ഒരു സ്പാ സെന്ററിൽ മസാജിങ്ങിനാണ് ചെല്ലുന്നത് എങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഓടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കറിയാം അവിടെ മറ്റു രീതിയിലുള്ള യാതൊരു മോശമായ കാര്യവും നിങ്ങൾ ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ഉണ്ടായിട്ടുമില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇറങ്ങി ഓടേണ്ട ആവശ്യമില്ല. മാത്രമല്ല, പ്രത്യേകം ശ്രദ്ധിക്കണം, അത്തരത്തിലുള്ള മസാജ് സെന്ററുകൾ ഓതറൈസ്ഡ് ആണോ എന്ന് ഉറപ്പിക്കണം. ഇപ്പോൾ ആയുർവേദ മസാജ് സെന്ററുകളുണ്ട്, പ്രമുഖമായ ഹോസ്പിറ്റലിൽ നടത്തുന്ന സ്ഥലങ്ങളുണ്ട്. മിക്ക സ്ഥലങ്ങളിലും ഈ പറഞ്ഞതുപോലെ തന്നെ പുരുഷന് പുരുഷനും സ്ത്രീക്ക് സ്ത്രീയുമായിരിക്കും മസാജ് ചെയ്യുക. ക്രോസ് മസാജ് സെന്ററുകൾ പൊതുവെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥലങ്ങളിൽ കുറവാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെ ഇപ്പോൾ സ്പാ സെന്ററുകളിൽ ഇത്തരത്തിൽ ഔദ്യോഗികമായിട്ട് ലൈസൻസോടുകൂടി കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഒരു പുരുഷൻ സ്ത്രീയെ മസാജ് ചെയ്താലോ അതുപോലെ ഒരു സ്ത്രീ പുരുഷനെ മസാജ് ചെയ്താലോ അത് നിയമപരമായിട്ട് തെറ്റല്ല. പക്ഷേ നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് കൂടുപോലെ മുളച്ചു പൊതുന്നുണ്ട്. മസാജിങ്ങിൻ്റെ അല്ലെങ്കിൽ തിരുമ്മിൻ്റെ ബേസിക് കാര്യങ്ങൾ അറിയാത്തവർ പോലും കുറച്ച് എണ്ണയൊക്കെ വെച്ചുകൊണ്ട് ആരെങ്കിലുമൊക്കെ മസാജ് ചെയ്തു, മസാജ് എന്ന പേരിൽ തട്ടിക്കൂട്ടിക്കൊണ്ട് തന്നെ അതിൻ്റെ അവസാനം ഹാപ്പി എൻഡിങ് എന്ന കർമ്മത്തിലേക്ക് എത്താറുണ്ട്. തീർച്ചയായിട്ടും അത് പണം മേടിച്ചുകൊണ്ട് ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ ആണ്. എങ്കിൽ തന്നെയും ഒരു ക്ലയൻറ്റ് അവിടെ ചെല്ലുന്നു, ക്ലയൻറ്റ് ഇത്തരത്തിൽ പൂർണ്ണമായിട്ടും മസാജിങ്ങിന് കിടക്കുമ്പോൾ നഗ്നായിട്ടായിരിക്കും കിടക്കേണ്ടി വരിക, ചിലപ്പോൾ ഒരു ലങ്കോട്ടിയെ കിട്ടാറുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ മസാജിങ്ങിനാണ് പോയത്, നിങ്ങൾ അവിടെ മറ്റ് മോശമായ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഭയക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കാര്യം പറയാൻ പറ്റും. പിന്നെ ഇത്തരം നിയമത്തെക്കുറിച്ച് നമ്മുടെ ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ പല പോലീസ് ഉദ്യോഗസ്ഥർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. അവരുടെ കാഴ്ചപ്പാടിൽ ക്രോസ് മസാജിങ് ഒരു തെറ്റായ കാര്യമാണെന്നാണ് പോലീസ് വിശ്വസിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഉറപ്പായിട്ടും ഒരു വക്കീലിനെയൊക്കെ സെറ്റാക്കിയിട്ട് വേണം പോകാൻ. കാരണം കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശിക്ഷ കിട്ടാനുള്ള സാധ്യത കുറവായിരിക്കും. കാരണം നിങ്ങൾ തമ്മിൽ ശാരീരികമായ കർമ്മം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയും അത് കൺസെപ്ഷൽ ആണെങ്കിൽ, അതിലൊരു ഫോഴ്സ്ഫുള്ളി അല്ലെങ്കിൽ അത് കോടതി നിങ്ങളെ ശിക്ഷിക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾക്കുണ്ടാകുന്ന മാനഹാനി വളരെ വലുതായിരിക്കും. ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ മീഡിയകളും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വാർത്ത പിടിക്കുവാൻ വേണ്ടി ഏറ്റവും കിട്ടുന്ന പരിപാടിയാണ് ഈ ഇലീഗലായിട്ടുള്ള മസാജിങ് പാർലറുകളെ കണ്ടെത്തി അവിടെ പോലീസ് എത്തി റെയ്ഡൊക്കെ നടത്തിയിട്ട് ഈ കസ്റ്റമേഴ്സൊക്കെ ഇറങ്ങി ഓടി അത് പിടിച്ചു വിടുക എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഈ ഒരു കേസ് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ മറ്റ് ഇലീഗലായിട്ടുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന് തെളിയിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവുകയില്ല. പക്ഷേ നിങ്ങളുടെ മാനഹാനി നിങ്ങളുടെ ജീവിത അവസാനം വരെ ഉണ്ടാവും. IPC 370 പ്രകാരം ക്രോസ് മസാജിങ് ഒരു കുറ്റകരമായ കർമ്മമല്ല എന്ന് മാത്രം ഓർത്തിരിക്കുക. എന്ന് വിചാരിച്ച് മസാജിങ് സെന്ററിലേക്ക് പോകുമ്പോൾ ഹാപ്പി എൻഡിങ് അല്ലെങ്കിൽ അതിനുശേഷമുള്ള അനന്തര കർമ്മങ്ങളിൽ നിങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് വന്ന് പൊക്കിക്കഴിഞ്ഞാൽ അത് പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന വകുപ്പിലേക്ക് എത്തും എന്നുകൂടെ ഓർത്തിരിക്കുക.